നമസ്കാരം. സിറിയയിൽ ആഭ്യന്തര യുദ്ധം അതിശക്തമായി മുറുകുകയാണ്. പ്രധാന നഗരമായ അലപ്പോയിൽ വൻ ആക്രമണം നടക്കുന്നുണ്ട്. റഷ്യ സിറിയൻ സേനയെ പിന്തുണയ്ക്കുന്നുമുണ്ട്. സിറിയയിലെ ആക്രമണത്തിൽ പ്രകോപിതനായ പുടിൻ സിറിയയിലെ റഷ്യൻ ജനറലിനെ സ്ഥലം മാറ്റിയെന്ന വാർത്തകളും വരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സിറിയ. 2000 മുതൽ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ ഭരണത്തിനെതിരെ നിരവധി തവണ അക്രമം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ റഷ്യയുടെ പിന്തുണയിൽ ബാഷർ അൽ അസാദ് ഓരോ തവണയും രക്ഷപ്പെടുകയായിരുന്നു. ഹയാത്ത് തഹ്രീർ അൽ ഹാം എന്ന സംഘടനയാണ് അലപ്പോ നഗരത്തിൽ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുർക്കി ഈ പറഞ്ഞ വിമതരെ പിന്തുണയ്ക്കുമ്പോൾ റഷ്യ അസദ് ഭരണകൂടത്തെ സംരക്ഷിക്കുകയാണ്. 2020 വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെ ഇതാദ്യമായാണ് സിറിയയിൽ വീണ്ടും ആഭ്യന്തര യുദ്ധം ഉണ്ടാകുന്നത്. ഹയാത്ത് തഹ്രീർ അൽ ഹാം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിരവധി നഗരങ്ങൾ കൈയടക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സിറിയൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ പിന്തുണ റഷ്യയാണ്. ആക്രമണം റഷ്യൻ സൈന്യത്തിന് നേരെയുള്ള വെല്ലുവിളിയായാണ് കണക്കാക്കുന്നത്. സിറിയയിലെ സംഭവ വികാസങ്ങൾ പുടിനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. തുടർന്നാണ് സിറിയയിലെ റഷ്യൻ സേനയുടെ മേൽനോട്ടം വഹിക്കുന്ന ജനറൽ സെർജി ഗിസലെയെ പിരിച്ചുവിടാൻ റഷ്യ ഉത്തരവിട്ടിരിക്കുന്നതും. സിറിയയിൽ വീണ്ടും ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് ഗിസലിനെ പുറത്താക്കിയതെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ റഷ്യ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതേസമയം യുക്രൈനിലെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യൻ സൈന്യത്തിൽ ഒരു മാറ്റവും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഗിസലിന് പകരമായി സിറിയയിലെ റഷ്യൻ സേനയുടെ ചുമതലക്കാരനായി കേണൽ ജനറൽ അലക്സാണ്ടർ സെക്കോയെ നിയമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 2022 യുക്രൈനിലെ ഖാർകിവ് പ്രദേശം റഷ്യയുടെ നിയന്ത്രണത്തിലായിരുന്നു. അവിടെയാണ് ഗിസലെ ആദ്യം ചുമതലയേറ്റത്. അക്കാലത്താണ് യുക്രൈനിയൻ സൈന്യത്തിന്റെ മിന്നലാക്രമണത്തിൽ ഖാർകിവ് മേഖല റഷ്യക്ക് നഷ്ടമായത്. ഇതേ തുടർന്നാണ് പുടിൻ ജിസെല്ലയെ സിറിയയിലേക്ക് അയക്കുന്നതും. എന്നാൽ ഇവിടെയും തിരിച്ചടി ഉണ്ടായതോടെ ജിസലിന്റെ പ്രകടനത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. റഷ്യയുടെ മനോഭാവം മാറണമെന്നും സിറിയൻ സൈനിക മേഖല വളരെ കാലമായി യോഗ്യരല്ലാത്ത പരാജയപ്പെട്ട ജനറലുകളുടെ കൈകളിലാണെന്നും ഒരു റഷ്യൻ മാധ്യമം തുറന്നടിച്ചു. റഷ്യയുടെ പ്രശസ്തിക്ക് വെല്ലുവിളി ഉയർത്തുന്ന സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്നും മാധ്യമം വിമർശിക്കുന്നു. 2017 സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെ നിഷ്കരണം ആക്രമണം നടത്തിയ ജനറൽ സെർഹി സുവോക്കിയെ സിറിയയിലേക്ക് തിരിച്ചയക്കണമെന്നും റഷ്യൻ മാധ്യമങ്ങൾ ആവശ്യപ്പെടുന്നു.